നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. എൻ്റെ കൃഷ്ണശിലയായി എന്ന പ്രോഗ്രാമിൽ, അതിൻ്റെ പരമ്പരയിൽ ഞാനിന്നൊരു മഹത് വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. സിവിൽ മീറ്റിലും വേൾഡ് മീറ്റിലും വെറ്ററൻസ് മീറ്റിലും ഒക്കെ തൻ്റെ കഴിവ് തെളിയിച്ച പത്മജ മുരളീധരൻ എന്ന ശ്രീരത്നത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. പ്രായത്തിൻ്റെ വ്യാകുലതകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരുപാട് തവണ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എന്നോട് പറയുകയും ഞാൻ പിന്നെയും മനസ്സിൽ അതിങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്തിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് എൽസ എന്ന ഹോട്ടലിലെ 105 നമ്പർ മുറിയിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഒരു ചെറുപ്പകാലത്ത് ഒരുപാട് പേരുടെ കീഴിൽ ലളിതഗാനവും മറ്റും പാട്ടുപാടി പെരുമ്പാവൂർ സംഗീത സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ കീഴിലും സംഗീത സംവിധായകൻ AP ഉദയമാരുവിൻ്റെ കീഴിലും ഒക്കെ കമ്പോസിങ്ങിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. സെനറ്റ് ഹാളിൽ പഠിക്കുന്ന കാലത്ത് സെനറ്റ് ഹാളിൽ നടത്തിയ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് അതീവ സുന്ദരിയായിരുന്നു. ഇന്ന് പ്രായത്തിൻ്റേതായിട്ടുള്ള കണ്ടോ എൻ്റെ തലമുടിയിലും ഒക്കെ പോയില്ലേ, അപ്പോൾ പ്രായത്തിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും, അത് സ്വാഭാവികമാണ്. എങ്കിൽ തന്നെയും കഴിവുള്ള ശ്രീരത്നം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം 88 തായ്ലൻഡ് തൈവാനിൽ വെറ്ററൻസ് മീറ്റിൽ പങ്കെടുത്തു. 89 അമേരിക്കയിലെ യൂജിൻ വേൾഡ് മീറ്റിൽ പങ്കെടുത്തു. 90 സിംഗപ്പൂർ ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്തു. 92 മലേഷ്യയിലും സിംഗപ്പൂരിലും നടന്ന മീറ്റിൽ പങ്കെടുത്തു. 93 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന വേൾഡ് മീറ്റിൽ പങ്കെടുത്തു. 400 മീറ്റർ, 800 മീറ്റർ, 1500 മീറ്റർ, 3000 മീറ്റർ, 5000 മീറ്റർ, 10000 മീറ്റർ ഓട്ടത്തിലാണ് ഈ ശ്രീരത്നം കൂടുതലും പങ്കെടുത്തിട്ടുള്ളത്. ഒരുപാട് മെഡലുകളും ഒരുപാട് അവാർഡുകളും മാതൃഭൂമിയിലും മനോരമയിലും എല്ലാം അതിനെപ്പറ്റിയിട്ടുള്ള ന്യൂസും ഇതും എല്ലാം വന്നിട്ടുണ്ട്. മെഡലുകൾ വയ്ക്കാൻ വീട്ടിനകത്തുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒരു 200-300 മെഡലുകൾ ഞാൻ കണ്ട കാര്യമാണ്. എല്ലാം കൂടെ അലമാരയിൽ ഒരു സഞ്ചിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാലത്തിൻ്റെ ഒഴുക്കിലൂടെ കടന്നു പോയാലും ലോകത്തിലെ 10-15 രാജ്യങ്ങളിൽ നടന്ന മീറ്റുകളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുമാത്രമല്ല, സർവേ ആൻഡ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി റിട്ടയർ ചെയ്ത ശ്രീരത്നവും കൂടിയാണ്. പാട്ടിലും ചെറുപ്പകാലത്ത് പാട്ടിലും ഡാൻസിലുമൊക്കെ വളരെ മികച്ച പ്രകടനം. അമേരിക്കയിലെ യൂജിനിൽ നടന്ന വേൾഡ് മീറ്റിൽ 1500-3000 മീറ്ററിൽ മെഡലുകൾ, ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ, അതിൽ എണ്ണിയാൽ തീരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകളൊക്കെ സ്പോർട്സ് രംഗത്ത് നേടിയിട്ടുള്ള ശ്രീമതി പത്മജ മുരളീധരന് 2 മക്കളാണ്. ഒരു മകൾ ഇപ്പോൾ വെർജീനിയയിൽ അമേരിക്കയിൽ സെറ്റിലായിരിക്കുന്നു. മകനും ആയിട്ട് കുടുംബസമേതം അവിടെ സെറ്റിലാണ്. ഒരു മകൻ അനിൽകുമാർ, അദ്ദേഹം തമിഴ്നാട്ടിൽ സിവിൽ എഞ്ചിനീയറാണ്. തമിഴ്നാട്ടിൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിൽ വന്ന അവസരത്തിലാണ് ഞാൻ ഇങ്ങനൊരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. സർവേ ആൻഡ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേരളത്തിലെ വനിതകളുടെ ഇടയിൽ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു വനിതയാണ് ശ്രീമതി പത്മജ മുരളീധരൻ. നമസ്കാരം. എന്തൊക്കെയാണ് ജീവിതത്തിൻ്റെ ഈ പോക്കിൽ ഇന്തോനേഷ്യയിലും അമേരിക്കയിലും സിംഗപ്പൂരും മലേഷ്യയിലും എല്ലാം നിർത്താതെ പോവുകയും പങ്കെടുക്കുകയും രാജ്യാന്തര മീറ്റുകളിൽ ഒരുപാട് മെഡലുകൾ നേടുകയും കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരുപാട് അംഗീകാരം ലഭിക്കുകയും ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിലും സിവിൽ മീറ്റിലും പറഞ്ഞാൽ തീരില്ല
അങ്ങനെ ഒരു വലിയൊരു നേട്ടം കൈവരിച്ച മാഡത്തിന് എന്താണ് ജീവിതത്തെക്കുറിച്ച് ഇന്ന് ഓർക്കുമ്പോൾ, അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നല്ലതായിട്ടാണ് തോന്നുന്നത്. ഇത് ചെറുപ്പത്തിലെ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് സ്പോർട്സിനൊക്കെ പോകാൻ പറ്റി. അതിനുള്ള ആരോഗ്യം ഭഗവാൻ തരണം. പിന്നെ അതുപോലെ റേഡിയോയിൽ പാടാനും അവിടെ ഡാൻസ് കളിക്കാനും എല്ലാത്തിനും നല്ലൊരു ജീവിതമാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. പിന്നെ ഒന്നിനും കുറവ് വരുത്താതെ കുടുംബക്കാരും എന്നെ നോക്കിയിരുന്നു. അച്ഛനും അമ്മയും ഭർത്താവും സഹോദരന്മാരും എല്ലാം എന്നെ നല്ലവണ്ണം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. പിന്നെ ദൈവത്തിൻ്റെ കടാക്ഷങ്ങളുണ്ട്. എന്തായാലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയധികം ഒരു റൂമിൽ കൊള്ളില്ല, അത്രമാത്രം മെഡലുകളാണ്, അതൊന്നും വീട്ടിൽ ഷോക്കേസിൽ പ്രദർശിപ്പിച്ചുകൂടെ എന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും പ്രത്യേക താല്പര്യമില്ല. പക്ഷേ പങ്കെടുക്കുക, ആരോഗ്യം നിലനിർത്തുക, അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇവരുടെ ഭർത്താവ് ശ്രീ മുരളീധരൻ നായർ ഇലക്ട്രിസിറ്റി ബോർഡിലെ സൂപ്രണ്ടായിട്ട് ആണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കുടുംബവുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നു. ഇപ്പോൾ മകൻ്റെ കൂട്ടത്തിൽ തമിഴ്നാട്ടിലാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ജനിച്ച മണ്ണിൽ തമ്പാനൂരിലുള്ള വീട്ടിൽ വന്ന് വീടും കാര്യങ്ങളൊക്കെ കാണാൻ വന്ന കൂട്ടത്തിൽ ഇവിടെ മകനുമായിട്ട് ഹോട്ടൽ മുറിയിൽ റൂമെടുത്ത് ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് നാളെ മടങ്ങി പോകാനായിട്ടിരിക്കുകയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഈ സായന്തനത്തിൽ ഈ മെഡലുകൾ കിട്ടിയതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഏത് രാജ്യത്ത് വെച്ച് നടന്ന മീറ്റിലെ മെഡലായിരുന്നു കൂടുതൽ സന്തോഷം? എല്ലാ രാജ്യത്ത് വെച്ച മെഡലിനും പ്രത്യേകം സന്തോഷമുണ്ട്. എന്നാലും ഓർമ്മിച്ചെടുക്കാൻ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ ബാംഗ്ലൂർ 2-3 പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടി. MT റാമറാവു സ്വന്തം മോളെ പിടിച്ച് അത്ര നല്ല രീതിയിൽ എവിടെ ചെന്നാലും ലാസ്റ്റ് പരിപാടി കഴിഞ്ഞ് എന്നെ കൊണ്ട് പാടിപ്പിക്കുകയൊക്കെ ചെയ്യും എല്ലാ പരിപാടിയും. അപ്പൊ ഏതെങ്കിലും പാട്ടിന്റെ ഒരു 2 വരി മൂളും കേൾക്കട്ടെ. ഒരു പാട്ട് പാടാൻ, ഒരു പാട്ട് കേൾക്കാൻ, ഒരു പാടും ഞാൻ, ഒരു പാടും ഒരു പാട്ട് പാടാൻ, ഒരു പാട്ട് കേൾക്കാൻ, ഒരു പാടു നേരമിരുന്നു ഞാൻ, ഒരുപാടും നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ നിന്നും സമ്മാനം മേടിച്ചിട്ടുണ്ട് സെൻട്രൽ ഹാളിലെ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട്. പിന്നെ ഇന്നത്തെ പ്രശസ്ത നടൻ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും ലോ ബുക്ക് മേടിച്ച് പഠിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടെയാണ്. സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ 100-100ഓളം ടെസ്റ്റുകളിൽ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളിൽ എല്ലാം പാസ്സായിട്ടുള്ള 2 വ്യക്തികളിൽ ഒരാളാണ് പത്മജ മുരളീധരൻ. റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം ഇങ്ങനെ കഴിയുവാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യസ്ഥിതി പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മനസ്സ് ഇന്നും വളരെ ചെറുപ്പമാണ്. ജീവിതത്തിൻ്റെ സായന്തനത്തിൽ ഇന്നും ഒരുപാട് പേരുടെ മനസ്സിൽ ആ കാലഘട്ടം ഓർമ്മയിലുണ്ട്. അമേരിക്കയിൽ വെച്ച് നടന്ന വേൾഡ് മീറ്റിൽ വെള്ളി പാതുകം കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ വളരെ വലുതാണ് അല്ലേ? ആ ഒരു ഓർമ്മ നല്ലതായിരുന്നു. അതുകൊണ്ട് കാണിക്കാതെ കൊടുത്തയക്കാൻ. ശരി ശരി. അല്ല മെഡലുണ്ടായിരുന്നു. പിന്നെ 14 സ്റ്റേറ്റ് പോയി, 24 ജില്ല പോയി, എല്ലായിടം പോയതാ. ഒരു അല്ല പിന്നെയും ഇപ്പോഴും പോണമെന്നുള്ളത്. വീണ കാലിങ്ങനെ ആയതിനു ശേഷം, കാലിന് ചെറിയൊരു ഫ്രാക്ചർ വന്ന ശേഷം പിന്നെ ഇതിനൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷെ ആരോഗ്യം മനസ്സ് മെടുക്കന്നെ ഓരോ സ്റ്റേഡിയത്തിലാണ്. ഇപ്പം നാളെ ഒളിമ്പിക്സ് തുടങ്ങുവാണ്. ഒളിമ്പിക്സിനൊക്കെ ഞങ്ങൾ എത്രയോ രാജ്യത്തിലെ എല്ലാവരും സന്തോഷിക്കും. അത് സ്വപ്നം കണ്ട് ഇന്നലെ മുഴുക്കുക അതായിരുന്നു ഓർമ്മ. അല്ല, മനസ്സിൻ്റെ ഓർമ്മകളും മനസ്സിൻ്റെ ആ സന്തോഷമാണല്ലോ വലുത്. അത് നമുക്കൊരിക്കലും മാറ്റിമറിക്കാൻ കഴിയില്ല.
എന്നതാണ് എൻ്റെ പക്ഷം. എന്തായാലും ജീവിതത്തിൽ ഇങ്ങനൊരു ഇൻ്റർവ്യൂ എൻ്റെ ചാനലിലൂടെ കൊടുക്കാനും ഇത്രയധികം സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇനി എന്താണ് പറയാനുള്ളത് ജീവിതത്തെക്കുറിച്ച്? സന്തോഷമായിട്ട് പോകുന്നു, വേറെ ഒന്നുമില്ല. എല്ലാം പാടാൻ പറ്റുന്നില്ല, പനി വരുന്നില്ല. അതൊരു പ്രയാസമുണ്ട്. അപ്പോഴും ശ്രമിക്കും. ഈ ജീവിതത്തിൽ ഒരു 10-15 രാജ്യങ്ങളിൽ ഗവൺമെൻറ് ചെലവിൽ പോയാണ് പങ്കെടുത്തിട്ടുള്ളത്. വെറ്ററൻസ് മീറ്റിലും സ്റ്റേറ്റ് ലെവലിലും 14 സ്റ്റേറ്റുകളിലെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ, എനിക്ക് തോന്നുന്നത് ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം മുഴുക്കയും സ്പോർട്സിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത് അല്ലേ? ഷൈനി അബ്രാമിനെയും PT ഉഷയെയും ഒക്കെ കണ്ട് സംസാരിക്കാനും അവരുടെ അനുമോദനം ലഭിക്കാനും കേരള ഗവൺമെൻറ് മിനിസ്റ്റേഴ്സുകളുടെ അനുമോദനം ലഭിക്കാനും ഒക്കെ ഇടയായ ഒരു വലിയ വ്യക്തിത്വമാണ്. പിന്നെ എന്താണ്, വേറെ ഒന്നും പറയാനില്ല. ഏത് മിനിസ്റ്ററെ കണ്ടതാണ് മനസ്സിലെപ്പോഴും തങ്ങിയിരിക്കുന്നത്? ഫോറസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് സുധാകരൻ സാറ് ഇടുക്കിയിലൊക്കെ തന്നെ. സുധാകരൻ പിന്നെ നീല ലോകദാസൻ നടാന് സ്വർണ്ണ പതക്കം കൊടുത്താണ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിനന്ദനം. 3 പവന്റെ ലോക്കറ്റും ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റും അന്ന് നീല ലോകദാസൻ നാടാർ മന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണ്